ഹായ് ഗൈസ്, ഗ്രീൻ ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ, ഞാൻ വണ്ടിയുടെ അകത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടന്റെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയിൽ കയറിയിരിക്കുന്നത്. അപ്പൊ ഇൻട്രോ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് ഓർത്ത് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനെ വണ്ടിയിലിരുന്ന് സംസാരിച്ചത്. പിന്നെ ഞാനിന്ന് തനിച്ചാണ്, കാരണം ഉണ്ണിക്കുട്ടന് ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് അയാൾ വന്നിട്ടില്ല. അപ്പൊ സ്കൂളിൽ പോകണം എന്തിനാണെന്നറിയോ, ഉണ്ണിക്കുട്ടന്റെ ഒരു 3 ബുക്ക് കിട്ടിയ സമയത്ത് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെയിന്റിംഗ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ആ ബുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ ഈവനിങ്ങിൽ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ബുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോണത് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ അതിക്ക് മുന്നേ ആയിട്ട് ഞാനൊരു റെസിപ്പി, അതപ്പോ അമ്മൂമ്മയാണ് കേട്ടോ, എന്റെ അമ്മൂമ്മയാണ് കേട്ടോ പുറകില് കണ്ടത് നിങ്ങള്. അപ്പൊ അതേ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ റെസിപ്പി കണ്ടിട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ വേഗം സ്കൂളിലെത്താം. അപ്പോഴത്തന്നെ നിങ്ങൾ റെസിപ്പി കണ്ടിട്ടോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും റെസിപ്പി കണ്ടിട്ടോ ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ സ്കൂളിലെത്താം. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി ആണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ഹൽവക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഈ സമയം നെയ്യുടെ അകത്തിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ട്സ് എല്ലാം വറുത്ത് ഈ ഒരു പാത്രത്തിനകത്ത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് മൊത്തം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ക്യാരറ്റിൽ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് സമയം അടച്ച് വെച്ച് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്കിതൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിന് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തത്, 400 ml പാൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഇങ്ങനെ പയ്യെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ പാലെല്ലാം. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസി ഇത് കണ്ടോ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലന്ന് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. ഈ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വരണ്ട് വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏലക്കയുടെ ഫ്ലേവർ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചില ഏലക്കായ്ക്ക് ഫ്ലേവർ കുറവായിരിക്കും, അപ്പോൾ നമ്മൾ കൂടുതൽ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റിനകത്ത് വെള്ളം വറ്റി വരണ അനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൽ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. കണ്ടോട്ടും തന്നെ ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവണത് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ അടപ്പ് ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത നട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഉണ്ണിക്കുട്ടന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും റെസിപ്പിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ അതേ ഉണ്ണിക്കുട്ടന്റെ സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത്. അത് കണ്ട ഉണ്ണിക്കുട്ടന്റെ സ്കൂളാണ്. അപ്പൊ സ്കൂളിലിപ്പോൾ ഇങ്ങനെ പാരൻസ് ഒക്കെ വന്ന് ബുക്സൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനെന്നാൽ ഓടിപ്പോയി ഉണ്ണിക്കുട്ടൻ്റെ ബുക്കൊക്കെ വാങ്ങിയിട്ട് വരാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മുടെ ചാനലിൽ ഒരു ചലഞ്ച് കൂടി ചെയ്യാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫുഡ് ചലഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയും അതുപോലെയുള്ള ചലഞ്ചൊക്കെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ബുക്ക് ഒന്ന് വാങ്ങിയിട്ട് വരാം, എന്നിട്ട് പറയാം കേട്ടോ എന്ത് ചലഞ്ചാണെന്നുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ബുക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു സംഭവം സംഭവിച്ച്, ഇത് കണ്ടോ, നമ്മുടെ സെൽഫി സ്റ്റിക്കില്ലേ, ഇത് കണ്ടോ, സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കയ്യിൽ പിടിച്ചാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത് കണ്ടോ, അതിങ്ങനെ ഒടിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്യട്ടെ കണ്ടോ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യോട്ടെ, ഇതൊന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് ബാക്കി പറയാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിലെ കോമ്പൗണ്ടിന് അതൊന്ന് ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്നു കേട്ടോ. കാരണം നമ്മളുടെ ആവശ്യം, സ്കൂളിൻ്റെ അവിടുത്തെ ആവശ്യം നമ്മുടെ കഴിഞ്ഞല്ലോ. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ഈ കൊറോണയൊക്കെ ഉള്ള സമയത്ത് വെറുതെ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബുക്സൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ നമ്മളിന്ന് സ്കൂളിൽ വന്നത്. ഈ ബുക്സൊക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ നമുക്ക് ബുക്സൊക്കെ കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫുഡ് ചലഞ്ച് ചെയ്തല്ലോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇനിയും വേറെ ചലഞ്ചൊക്കെ ചെയ്യണം എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു ചലഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ എന്ത് ഗെയിമാണെന്നറിയോ, എന്ത് ചലഞ്ചാണെന്നറിയോ ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പോണ ചലഞ്ചാണ് 1 കളർ ഫുഡ് ഫോർ 24 hours ചലഞ്ചാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ആ ചലഞ്ച് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ കടയിൽ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ നമുക്ക് കയറാനുള്ള ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു വെജ് ഷോപ്പിലാണ് കേട്ടോ നമ്മൾ വന്നേക്കണത്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ആയതുകൊണ്ട് ഈ ഫോണും കൊണ്ട് അങ്ങോട്ട് പോകാൻ ഇത്തിരി പാടാണ്. കാരണം നമ്മൾ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണും പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകണില്ല കേട്ടോ. പിന്നെ ഇല്ലേ, ഞാൻ ഡബിൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അഴിച്ചപ്പോഴത്തേനും ഒരു മാസ്കല്ലേ കണ്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഡബിൾ മാസ്ക് ഇട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് എല്ലാവരും ഡബിൾ മാസ്ക് ഇട്ട് വേണം പുറത്തിറങ്ങാൻ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു മാസ്ക് അഴിച്ചപ്പോൾ ഇപ്പോൾ എല്ലാവരും ഓർക്കില്ലേ ഞാൻ ഒരു മാസ്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമുക്ക് കയറാനുള്ള ഷോപ്പാണിത്. കണ്ടൊരു വെജ് വില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്കപ്പോൾ അറിയാമല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന കളർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കളർ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ കളറാണ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഗ്രീൻ ലൈഫ് സ്റ്റൈലിലാണ് അല്ലേ. ഗ്രീൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഗ്രീൻ. അപ്പോൾ ഗ്രീൻ കളറാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളർ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിലും ഗ്രീൻ എന്ന് പേരിട്ടത്. അതായത് കണ്ടോ, നമ്മുടെ വണ്ടിയിലും ഗ്രീൻ കളർ. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ മിക്കപ്പോഴും എടുത്തെടുത്ത് വരാൻ എപ്പോഴും ഗ്രീനിൽ തന്നെ വന്ന് നിൽക്കും കേട്ടോ. ഫോണാണെങ്കിൽ പോലും ഗ്രീൻ കളറിലെ കവറൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ ഇങ്ങനെ മാറ്റിയൊക്കെ കൊണ്ടുവരുവാണ് കേട്ടോ. ഇപ്പം മാക്സിമം ഗ്രീൻ അങ്ങനെ ഡ്രസ്സിലൊക്കെ അങ്ങനെ അധികമായിട്ട് എടുക്കാറില്ല. വേറെ കളേഴ്സൊക്കെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്യണത്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് ഗ്രീനിൽ തന്നെ ചെല്ലുള്ളൂ കേട്ടോ. എനിക്ക് ഗ്രീൻ ഒരുപാട് ഇഷ്ടമുള്ള. അപ്പോൾ ഇനി പറഞ്ഞ സമയങ്ങളുടെ ഞാൻ ഓടിപ്പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാം. അപ്പോൾ ഗ്രീൻ കളറാണ് നമ്മൾ ഫുഡ് സെലക്ട് ചെയ്തേക്കണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തത് ചെയ്യണത് ആ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഒന്ന് പോയിട്ട് ഇത് വാങ്ങിക്കാം. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ പിന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ ചലഞ്ച്, നമ്മുടെ ഫുഡ്, ഈ കളർ സെലക്ട് ചെയ്തിട്ടുള്ള ഫുഡ് ചലഞ്ച് കാണാൻ എല്ലാവരും അടുത്ത വീഡിയോ കാണണം.
അപ്പൊ ഇതുവരെ ഇവിടം വരെ എന്റെ കൂടെ വന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.